അങ്ങനെയായിരുന്നു തിരുവനന്തപുരം പാപ്പനംകോട്ടെ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായപ്പോൾ എല്ലാവരും ആദ്യം കരുതിയത്. എന്നാൽ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഒരു തെളിവ് അവശേഷിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അത് ഈ കേസിലും സംഭവിച്ചു. പിന്നീട് അറിയുന്നത് ഒരു കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അങ്ങനെ ആ തീപിടുത്തത്തിലെ ദുരൂഹത നീങ്ങുകയാണ്. സ്ഥാപനത്തിലെ ജീവനക്കാരി വൈഷ്ണയെ ഭർത്താവ് ബിനു കൊലപ്പെടുത്തിയതാകാമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. ബിനുകുമാർ ഓഫീസിലേക്ക് എത്തിയെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത്. ഒരു സാധാരണ തീപിടുത്തമെന്ന് കരുതിയ അപകടത്തിൽ നിന്നാണ് കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഭർത്താവ് ബിനുകുമാർ ഭാര്യ വൈഷ്ണയെ കുത്തിക്കൊലപ്പെടുത്തിയതിനു ശേഷം തീവച്ചു എന്നതാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ബിനുകുമാറാണ് കൊലപാതകത്തിന് പിന്നിലെന്ന സംശയം ബലപ്പെടുമ്പോഴും DNA പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ അഷുറൻസ് കമ്പനിയിൽ തീപിടുത്തമുണ്ടാകുന്നത്. ആദ്യം അതൊരു ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള തീപിടുത്തമാകാമെന്നതായിരുന്നു പ്രാഥമിക നിഗമനം. പിന്നീടാണ് AC പൊട്ടിത്തെറിച്ചുള്ള അപകടമാണ് എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ വിശദമായി പരിശോധന നടത്തിയതിലാണ് അവിടെ നിന്നും ഒരു കത്തി കണ്ടെത്തുന്നത്. ഒപ്പം തന്നെ തീ കൊളുത്താൻ ഉപയോഗിച്ചിരുന്ന പെട്രോളോ മണ്ണെണ്ണയോ കൊണ്ടുവന്ന കുപ്പിയും ഇവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. ചുമരുകളിൽ രക്തപ്പാടുകളും കണ്ടെത്തി. അത് ആര് എന്നതായി അടുത്ത സംശയം. പിന്നാലെയാണ് ബിനുകുമാറിലേക്ക് അന്വേഷണം നീളുന്നത്. സാഹചര്യ തെളിവുകൾ പ്രകാരം മരിച്ച രണ്ടാമത്തെയാൾ ബിനുകുമാറാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അന്നേ ദിവസം പരിശോധിച്ച CCTV ദൃശ്യങ്ങളിൽ ബിനുകുമാർ ഇൻഷുറൻസ് ഓഫീസിലേക്ക് പോയതായും കണ്ടെത്തി. ഇനി വേണ്ടത് DNA ഫലത്തിലൂടെയുള്ള ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ്. സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞു. കൃത്യം നടത്തിയത് ബിനുകുമാറാണെങ്കിൽ പിന്നിലെ കാരണം എന്താണ് എന്നതാണ് അടുത്ത ചോദ്യം. വൈഷ്ണയുടെ രണ്ടാമത്തെ വിവാഹമാണ് ബിനുകുമാറുമായി. ഇയാൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി കുടുംബം തന്നെ പറയുകയും ചെയ്യുന്നു. വൈഷ്ണ ഇയാൾക്കെതിരെ കുടുംബ കോടതിയിൽ ഒരു കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള വിദ്വേഷമാകാം ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. ഒപ്പം ഫോറൻസിക് സംഘത്തിന്റെ വിശദമായ പരിശോധനാ ഫലം കൂടി ലഭിക്കുന്നതോടെ വിഷയത്തിൽ കൃത്യത വരുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.